നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്ന് നേരത്തെ എഴുന്നേറ്റു. രാജേട്ടന് സാധാരണ 5 മണിക്ക് നടക്കാൻ പോകും. ഞാൻ എഴുന്നേറ്റ് അത്യാവശ്യം വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യും, കുളിക്കുക കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ചെയ്യും. അപ്പോൾ ഇന്ന് രാജേട്ടൻ്റെ പിറന്നാളാണേ. അപ്പം നമുക്ക് രാജേട്ടനൊന്ന് വിഷ് ചെയ്യാം കേട്ടോ. നടന്നെത്തിയിട്ടുണ്ട്. നടന്നെത്തിക്കഴിഞ്ഞാൽ ആദ്യത്തെ പണി എന്താണെന്ന് വെച്ചാൽ, നടന്നു കഴിഞ്ഞ് വന്നാൽ ആദ്യത്തെ പണി ഫോൺ എടുക്കുക, കുറേ ഫ്രണ്ട്സിന് ഗുഡ് മോർണിംഗ് അയക്കലാണ് കേട്ടോ. നമുക്ക് നോക്കാം. ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ. ഇങ്ങോട്ട് നോക്കൂ. എവിടെ വരെ പോയി? അന്തിവല്ലോ. രാത്രി മഴ പെയ്തൂല. രാത്രി മഴ പെയ്തിട്ടുണ്ട്. മുറ്റമൊക്കെ നനഞ്ഞു കിടക്കണ കണ്ടില്ലേ? ഈ പ്രഭാതവേളയിൽ നമ്മുടെ ചെടികളെയൊക്കെ ഒന്ന് കാണാന്ന് പറഞ്ഞാൽ ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ് കേട്ടോ എനിക്ക്. ഇത്ര ഭംഗിയിൽ എൻ്റെ ചെടികളൊക്കെ നിൽക്കുമ്പോൾ കുളിച്ച് നിൽക്കല്ലേ, സുഖിച്ച് രസിച്ച് നിൽക്കുകയാണ്. അവരെയൊക്കെ ഒന്നിങ്ങനെ നോക്കിയില്ലെങ്കിൽ പിന്നെ എന്താ എൻ്റെ ജീവിതം കൊണ്ട് കാര്യം എനിക്ക് തോന്നുക അല്ലേ? ഇത്ര ഭംഗിയായിട്ടേ, എന്ത് മനോഹരമായ, ഇഷ്ടമാണ്. മാത്രമല്ല കിളികളുടെ ശബ്ദം കേട്ടില്ലേ? പലതരത്തിലുള്ള കിളികൾ, എത്ര ശബ്ദമാണ്. അമ്പലത്തിൽ പോണ്ടേ? അല്ല, എപ്പോഴാ കോപം വരിക? 7 മണിക്ക് പോയി 7 മണിക്കും വരില്ലേ? ഞങ്ങൾ പെട്ടെന്ന് കുളിച്ച് യാത്രയായിട്ട് അമ്പലത്തിലേക്ക് പോവുകയാണ്. മുപ്പട്ട വ്യാഴാഴ്ച കൃഷ്ണൻ്റെ അമ്പലത്തിൽ തൊഴുതു, പിന്നെ കണ്ടേശ്വരത്ത് ശിവനെയും തൊഴുതു. അങ്ങനെ തൊഴുത് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു വരികയാണ്. വീട്ടിൽ തിരിച്ചെത്തി പണികൾ തുടങ്ങി. ഇന്ന് പിറന്നാളിന് ചെറിയ ഒരു സദ്യ ഉണ്ടാക്കാണ്. ആദ്യം സാമ്പാറാണ്. സദ്യയിൽ ഒന്നാമത്തെ ആൾ സാമ്പാറാണല്ലോ. ആ സാമ്പാർ ഇതാ തയ്യാറായിക്കൊണ്ടിരിക്കണു. അവിയലിന് ഞാൻ കഷ്ടം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കായ, മുരിങ്ങക്കായ, കുമ്പളങ്ങ, പയറ്, ക്യാരറ്റ് തുടങ്ങിയിട്ട് എല്ലാ കഷ്ണം കൂട്ടിയിട്ട് ഒരു ചെറിയ ഒരു അവിയൽ വയ്ക്കും. പിന്നെ കുമ്പളങ്ങ എടുത്തിട്ട് ഒരു ചെറിയ ഓലം വയ്ക്കും. ഇഞ്ചി തൈരുണ്ടാക്കും. ഈ സമയം ചക്കയല്ലേ കിട്ടുക ഇഷ്ടം പോലെ. ചക്ക എടുത്തിട്ട് ചെറിയൊരു എരിശ്ശേരിയും വയ്ക്കും. 4 വയ്ക്കാന്ന് പറഞ്ഞാൽ അവിയൽ പെടുന്നില്ല, എന്നാലും സ്പെഷ്യലായിട്ടുള്ളൊരു അവിയലാണ്. ഒരു ഡ്രൈ ആയിട്ടുള്ള അവിയലാണ് കേട്ടോ സദ്യയുടെ അവിയൽ.
ഇതെല്ലാ സാധനങ്ങളും ഞാൻ മുമ്പ് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അത് കാരണം ഞാൻ ഓരോന്നോരോന്നായിട്ട് എടുത്ത് കാണിക്കണില്ല. കുറച്ചായിക്കൊണ്ടിരിക്കുന്നു, കുറച്ച് നുറുക്കിക്കൊണ്ടിരിക്കുന്നു, അവസാനം കാണിക്കാം കേട്ടോ. ഇഞ്ചിത്തൈര്, ഓലൻ, ചക്ക എരിശ്ശേരി, അവിയൽ, സാമ്പാർ, ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഊണ് കഴിക്കാറായി. ഇല വെച്ചു. ഗണപതിക്ക് വെക്കുന്ന ആദ്യം തന്നെ ഇല വെച്ച് വിളക്ക് കൊളുത്തിയിട്ട് വേണം ഗണപതിക്ക് വിളമ്പാനായിട്ട്. ഗണപതിക്ക് വിളമ്പി കഴിഞ്ഞിട്ട് വേണം മറ്റുള്ളവർക്ക് കൊടുക്കാനായിട്ട്. അപ്പോൾ ഞങ്ങളിവിടെ എല്ലാ സാധനങ്ങളും റെഡിയാക്കി വെക്കുകയാണ്. അപ്പോൾ ആദ്യം ഗണപതിക്ക് വിളമ്പാം കേട്ടോ. ഇഞ്ചിത്തൈര്, ഓലൻ, അവിയൽ, കാളൻ, എരിശ്ശേരി, സാമ്പാർ, ചോറ്, പപ്പടം, പായസം. നമുക്ക് വിളമ്പാം കേട്ടോ. വൺ ബൈ വൺ ആയിട്ട് വിളമ്പാം. ആദ്യം ഗണപതിക്ക് വിളമ്പാം. ഇഞ്ചിത്തൈര്, ഓലൻ, അവിയൽ, കാളൻ, എരിശ്ശേരി, പപ്പടം, ചോറ്, സാമ്പാർ. വിളമ്പാട്ടോ. ഇഞ്ചിത്തൈര്, സാമ്പാർ വയ്ക്കട്ടെ. അവിയലിലെ സമയം കേട്ടെ. അവിയൽ നിങ്ങൾക്ക് എന്താ കുഴപ്പം വെച്ചോ. നിന്നെ അപ്പം ഞങ്ങളുടെ ഊണൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്ക് കുറച്ച് കമൻറ്റുകളുടെ മറുപടി ചെയ്താലോ എന്ന്. അപ്പോൾ ഞാനങ്ങനെ വിചാരിച്ചിട്ട് തുടങ്ങാം അല്ലേ നമുക്ക്. എനിക്ക് എൻ്റെ നന്മയ്ക്ക് വേണ്ടി തരുന്ന പല കമൻറ്റുകളും ഞാനത് നിങ്ങൾ കണ്ടില്ല എന്ന് വയ്ക്കാൻ പാടില്ല. അതിന് മറുപടി പറയേണ്ടത് എൻ്റെ ഒരു കടമയാണല്ലോ. അപ്പോൾ എപ്പോഴും പക്ഷേ ഇതിന് മാത്രം ഇരുന്നാൽ ഒരുപാട് ബോറടിച്ച് പോകുമല്ലോ. അത് കാരണം വല്ലപ്പോഴും മാത്രം കമൻറ്റുകൾക്ക് മറുപടി പറയണത് കേട്ടോ. അപ്പം നമുക്ക് ഇന്നലെ ഇട്ട വീഡിയോ ഇന്ന് വായിക്കാം, മറുപടി പറയാം. നോക്കൂ കേട്ടോ. ഒന്ന്, വനജ പ്രവീൺ. ഇന്നത്തെ എല്ലാ വിഭവങ്ങളും സൂപ്പർ ചേച്ചി, എനിക്കിഷ്ടമായി. താങ്ക് യു വനജ. പ്രസന്ന ഉണ്ണികൃഷ്ണൻ ലവ് ചിഹ്നം ഇട്ടിരിക്കുന്നത്. താങ്ക് യു പ്രസന്ന. ജോളി പി. സൂപ്പർ ടീച്ചറേ സുഖമല്ലേ? സുഖം തന്നെയാണ് ടീച്ചറെ. ടീച്ചർക്ക് സുഖമാണെന്ന് കരുതുന്നു. ഞാൻ ടീച്ചറുടെ വീഡിയോസ് കാണുന്നുണ്ട്. മിക്കവാറും മറുപടി പറയുന്നുണ്ട് കേട്ടോ. ലക്ഷ്മിക്കുട്ടി നായർ. കുറേ ഇഷ്ടമായി. താങ്ക് യു ലക്ഷ്മിക്കുട്ടി. താങ്ക് യു. ശകുന്തള വി. ടീച്ചർ മുടിയെല്ലാം മോഡൽ പോലെ കെട്ടീനല്ലോ. അതെന്താണെന്നറിയോ, രാവിലെ എഴുന്നേറ്റിട്ട് കുളി കഴിഞ്ഞ് തലമുടി ഒന്നും ചെയ്തിട്ടുണ്ടായില്ല. പണികളുടെ തിരക്കല്ലേ. അപ്പം ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ വെറുതെ ഒരു ക്ലിപ്പ് ഇട്ടിട്ടൊന്നും മടക്കി വെച്ചതാ. ഇപ്പോൾ കുറേ മുടി കൊഴിഞ്ഞു പോയിരിക്കണുണ്ട്. എന്താണെന്നറിയില്ല. നന്നായിട്ടൊക്കെ വന്നതാ, ഉള്ളൊക്കെ ഉണ്ടായതാണ്. ഇപ്പം അത് കൊഴിഞ്ഞു പോയിട്ട് കണ്ടമാനം മുടി ഇങ്ങനെ വരുന്നുണ്ട് ഇങ്ങനെ. പക്ഷെ നീളം കുറവാണ്. അതൊക്കെ കൂടി ഇങ്ങനെ ഒരു ഇത് ചെയ്ത് വെച്ചതാണ് കേട്ടോ. വേറെ ഒന്നുമല്ല, പ്രത്യേക സ്റ്റൈലൊന്നും അല്ല. അത് ഒതുങ്ങിയിരിക്കാൻ വേണ്ടി ചെയ്തതാ, അല്ലാണ്ട് ഫാഷനൊന്നും അല്ല കേട്ടോ ശകുന്തളേ. സരസ്വതി സറിയു. ഇഷ്ടമായി. താങ്ക് യു സരസ്വതി ടീച്ചറെ. ദീപ രാംദാസ്. നൈസ്.
താങ്ക് യു ദീപ, താങ്ക് യു. വനജ സുധാകരൻ, അടിപൊളി കറികൾ. താങ്ക് യു വനജ, താങ്ക് യു. അപ്പോൾ വനജ ഇങ്ങനത്തെ കറി ഉണ്ടാക്കുന്ന ആൾ തന്നെയാണെന്ന് എനിക്കറിയാം കേട്ടോ. സുപ്രിയ വ്ളോഗ്സ്, അമ്മക്കിളി കറികൾ സൂപ്പർ. താങ്ക് യു സുപ്രിയ. സുപ്രിയയുടെ വ്ളോഗ് ഞാൻ കാണുന്നുണ്ട് കേട്ടോ. സുന്ദരിക്കുട്ടിയല്ലേ? ഈ സുന്ദരിക്കുട്ടിയായ സുപ്രിയ ഉണ്ടല്ലോ, പിന്നെയും സൗന്ദര്യം വർദ്ധിപ്പിക്കാനായിട്ട് ഇങ്ങനെ നമുക്ക് വേണ്ടിയിട്ടായിരിക്കും പക്ഷെ ചെയ്യണ്ടാവും കേട്ടോ. വിജയലക്ഷ്മി തുളസീധരൻ, വെരി നൈസ്. താങ്ക് യു വിജയലക്ഷ്മി. വിജയലക്ഷ്മിക്ക് സുഖല്ലേ? കുറേ നാളായി കണ്ടിട്ട് കേട്ടോ. ജയാസ് വെറൈറ്റി വ്ളോഗ്സ്, ചേച്ചി എനിക്ക് ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വരുന്നില്ല, ഇനി കണ്ടോളാം. ഇവിടെ നല്ല മഴ. കറി ഓലൻ എനിക്ക് ഇഷ്ടമാണ്. താങ്ക് യു ജയ. ജയയുടെ വീഡിയോസ് ഞാൻ കാണാറുണ്ട് കേട്ടോ. ഏതാനും കട എനിക്ക് വരാറുണ്ട് നോട്ടിഫിക്കേഷൻ, ഞാൻ കാണാറുണ്ട്. ജയയുടെയും കാണാറുണ്ട്, അജിതയുടെയും കാണാറുണ്ട്, സുപ്രിയയുടെയും കാണാറുണ്ട് കേട്ടോ. ടീച്ചറുടെയും കാണാറുണ്ട്, എല്ലാവരുടെയും കാണാറുണ്ട് ഞാൻ. ശ്രീകുമാർ ആർ, വെരി നൈസ്. താങ്ക് യു ശ്രീകുമാർ. ജയശ്രീ മാധവൻ, ടീച്ചറെ ഊണ് അടിപൊളി. താങ്ക് യു ജയശ്രീ, താങ്ക് യു. സരസ്വതി സറിയു, 3 കറികളും സൂപ്പർ ടീച്ചർ, കൊതിപ്പിച്ചല്ലോ. താങ്ക് യു ടീച്ചർ, താങ്ക് യു. സാധാരണ കറികളല്ലേ നമ്മുടെ. വാസ്ട്രിക്സ്, പുതിയ ആളാന്ന് തോന്നുന്നു കേട്ടോ. വാസ്ട്രിക്സ്, കൊതി വരുന്നു. വരൂ തരാം, ഇങ്ങോട്ട് വന്നോളൂ. ജോസി ഫിലിപ്പ്, കറികൾ എല്ലാം തന്നെ സൂപ്പർ. താങ്ക് യു ജോസി, താങ്ക് യു. സുധ സി, നല്ല കറികൾ ടീച്ചർ. താങ്ക് യു സുധ, താങ്ക് യു. വിനീത് കൃഷ്ണകിഷോർ, നൈസ്. താങ്ക് യു വിനീത്, താങ്ക് യു. മീന റാം, സിമ്പിൾ കറീസ് സൂപ്പർ. ടുഡേയ്സ് ഹെയർ സ്റ്റൈൽ സ്യൂട്ട്സ് യു മച്ച് ടീച്ചർ. ഞാൻ പറഞ്ഞില്ലേ, അതിപ്പോൾ തന്നെ പറഞ്ഞില്ല, തലമുടി ഇങ്ങനെ നന്നായിട്ട് കൊഴിഞ്ഞു പോയിട്ട് ഇപ്പോൾ കുറേ ഇങ്ങനെ വരുന്നുണ്ട്. അതൊക്കെ കൂടി അടങ്ങി ഒതുങ്ങിയിരിക്കേണ്ട. അപ്പം ഞാനൊന്ന് കൂട്ടിപ്പിടിച്ച് കെട്ടിയിട്ടതാണ്. നീളം കുറഞ്ഞു, നീളം വെച്ച മുടിയൊക്കെ പോയി. ഇനി വീണ്ടും അത് വലുതായി വന്നിട്ട് വേണം. ഞാൻ ഇന്നും ഒന്നും ചെയ്തിട്ടൊന്നുമില്ല, നേരം കിട്ടിയില്ല. രാവിലെ എഴുന്നേറ്റു, കുളി കഴിഞ്ഞ് അങ്ങനെ തന്നെ അമ്പലത്തിൽ പോയി, അമ്പലത്തിൽ നിന്ന് ഓടി വന്ന് പിന്നെ ഭക്ഷണം പാചകം ചെയ്തു. അപ്പോഴേക്കും നേരം പിന്നെ കുറച്ച് കളി പ്രാക്ടീസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോയി. അത് കഴിഞ്ഞ് വന്ന് ചോറ് വിളമ്പി എല്ലാവർക്കും കൊടുത്തു. അങ്ങനെ ഓട്ടപ്പാച്ചിലാവുമ്പോഴേ ഇതൊന്നും നോക്കാൻ നേരം കിട്ടണില്ല. അപ്പം ഞാൻ അതിങ്ങനെ ഇട്ടത് ഇങ്ങനെ ഉള്ളിൽ നിന്ന് മടക്കി വെച്ചിട്ട് ഒരു ബാൻഡ് ഇട്ടതാണ്. അതാണല്ലേ, വേറെ ഒന്നുമല്ല. മീന, താങ്ക് യു. നന്ദിനി വീണ ഫ്രം ഹൈദരാബാദ്. നന്ദിനി ടീച്ചറെ, ഐ ഓൾസോ സോ ദ വീഡിയോ ഫ്രം മൈ സിസ്റ്റേഴ്സ് ഹൗസ്. ആഹാ, നന്ദിനി അനിയത്തിൻ്റെ വീട്ടിൽ പോയിക്കായിരുന്നു, പത്മിനിയുടെ വീട്ടിലേക്ക്. അവിടെ വെച്ചാൽ കണ്ടിരുന്നു. എന്നാലും കണ്ടൂല, പത്മിനിയും കണ്ടിട്ടുണ്ടാവൂല്ലേ. നന്ദിനി, താങ്ക് യു. രുക്മിണി മലർ, നൈസ് ലഞ്ച് കോമ്പിനേഷൻ. താങ്ക് യു രുക്മിണി. വീണ്ടും നന്ദിനി ഹൈദരാബാദിൽ നിന്ന് പറയാണ്, ടീച്ചറെ ഐ വെൻ ടു സിസ്റ്റേഴ്സ് ഹോം ആൻഡ് കെയും നൗ. വെരി മച്ച് ഹീറ്റ്, ഭയങ്കര ചൂടാണ് അവിടെ. ഈവനിങ് ലിറ്റിൽ റെയിൻ, വൈകുന്നേരം കുറച്ച് മഴ വന്നു. കുറേ അവിടെ കുറച്ച് ഓരോ ഇതൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ, എന്താ പറയുക, ചിഹ്നങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ അറിയുന്നുണ്ട് കേട്ടോ. നന്ദിനി, താങ്ക് യു, താങ്ക് യു. പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു തിരുവാതിരക്കളി ഇട്ടിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ മാസത്തിൽ ഞങ്ങൾ ഗുരുവായൂർ കളിച്ചിട്ടുള്ള ഒരു കളിയാണ്. അതിൻ്റെ കുറച്ച് കമൻറ്റുകൾ വായിക്കാം. കാവ്യ പൂവത്തിങ്കൽ, കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം, ബ്യൂട്ടിഫുൾ പെർഫോമൻസ്, സൂപ്പർ. താങ്ക് യു കാവ്യ. ഞാനത് ഇടണ്ടാന്ന് വെച്ചിങ്ങനെ ഇരിക്കുകയായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു, ചില ആൾക്കാർ അത് ചോദിച്ചിരുന്നു എന്താ കളി ഇടാത്തേന്ന്. അപ്പം ഞാൻ പിന്നെ ഇട്ടതാണ് കേട്ടോ അത്. അപ്പോൾ കാവ്യയ്ക്ക് പ്രത്യേകം നന്ദി. ശൈലജ വേലായുധൻ, ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. താങ്ക് യു ശൈലജ, കൃഷ്ണൻ രക്ഷിക്കട്ടെ. ശോഭന മോഹൻ,
തിരുവാതിരക്കളി സൂപ്പർ, ഒരുപാട് ഇഷ്ടമായി കേട്ടോ. താങ്ക് യു ശോഭന. ലക്ഷ്മി മേനോൻ, വെരി നൈസ് ടീച്ചർ, ഗ്രേറ്റ് കൊറിയോഗ്രാഫി ആൻഡ് കോർഡിനേഷൻ, എ ട്രീറ്റ് ടു ദ ഐസ്. It is such a blessed feeling to perform in front of Guruvayurappan. I have seen you performing Tiruvadira earlier too. Very nice. Conveying our regards to all teammates. Thank you for sharing, teacher. ഓ സന്തോഷം കേട്ടോ ലക്ഷ്മി, സന്തോഷം. കാരണം ഇത് ഞങ്ങളുടെ ചെറിയ ടീമാണല്ലോ. ഞങ്ങളൊരു കളിയൊക്കെ പഠിച്ച് ആ കളി 2-3 സ്ഥലത്തൊക്കെ അവതരിപ്പിക്കും. ചിലപ്പോൾ വരാക്കര അമ്പലത്തിൽ അവതരിപ്പിക്കും, കൊമരഞ്ചിറ അമ്പലത്തിൽ അവതരിപ്പിക്കും, കണ്ടശ്ശരത്ത് അവതരിപ്പിക്കും, ശ്രീരാമൻ്റെ അവിടെ അവതരിപ്പിക്കും. അങ്ങനെ പിന്നെ അവസാനം ഗുരുവായൂർ ചാൻസ് കിട്ടുമ്പോൾ അവിടെ അവതരിപ്പിക്കും. പിന്നെ വേറെ കളി പഠിക്കും. അങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ. നല്ല കോർഡിനേഷൻ തന്നെയാണ് എല്ലാവരും. എല്ലാ ദിവസവും ഉച്ചനേരത്താണ് ഞങ്ങൾ പ്രാക്ടീസിനൊക്കെ പോവുക. അപ്പോൾ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞതിലൊക്കെ പ്രത്യേകം നന്ദി കേട്ടോ. അടുത്തത് അമ്പിളി ശശി, മനോഹരം. താങ്ക് യു അമ്പിളി, താങ്ക് യു. സുധ സി, വളരെ നന്നായിട്ടുണ്ട് ടീച്ചർ. താങ്ക് യു സുധ, താങ്ക് യു. വിജയലക്ഷ്മി നായർ, മനോഹരം. താങ്ക് യു വിജയലക്ഷ്മി. രുക്മിണി മാര, വാസ് വെയിറ്റിംഗ് ഫോർ ദിസ് വീഡിയോ. പിന്നെ എന്നോട് മുമ്പ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ശരിക്കും ഞാൻ നിങ്ങളുടെ കളി ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞതാണ് ഞാൻ കളി കാണാനായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ടെന്ന്. അപ്പം ഇപ്പോൾ കണ്ടില്ലേ. അപ്പോൾ താങ്ക് യു. വീണ്ടും രുക്മിണിമാര, മനോഹരമായിരിക്കുന്നു, പറയാൻ വാക്കുകളില്ല. താങ്ക് യു. ഞങ്ങൾ അത്ര വലിയ കളിക്കാരൊന്നുമല്ല, എങ്കിലും നമ്മളെക്കൊണ്ട് പറ്റണ പോലെയൊക്കെ ഒന്ന് ചെയ്യണു. എങ്കിലും നല്ലതല്ലേ. അതായത് നമ്മൾ ഉച്ച നേരത്തെ വെറുതെ വീട്ടിലിരിക്കുമ്പോൾ അല്ലെങ്കിൽ കിടന്നുറങ്ങുമ്പോൾ ആ നേരത്തെ ഞങ്ങളെല്ലാവരും ഒരു വീട്ടിൽ സ്വന്തയുടെ വീട്ടിലാണ് പോകാറ്. ചിലപ്പോൾ അവിടെ ഇല്ലെങ്കിൽ ഞങ്ങളുടെ വീട്ടിലോ എവിടെയെങ്കിലും ഒരു വീട്ടിലിങ്ങനെ ഒത്തുകൂടും. അപ്പോൾ കുറച്ച് നേരം പ്രാക്ടീസ് ചെയ്യും, കുറച്ച് നേരം നല്ല വർത്തമാനങ്ങളൊക്കെ പറഞ്ഞിരിക്കും. അത് കഴിഞ്ഞ് ഒന്നുകൂടി പ്രാക്ടീസ് ചെയ്തിട്ട് വീട്ടിലേക്ക് തിരിച്ചു പോരും. അപ്പം നമുക്ക് മനസ്സിനൊരു സന്തോഷമാണ്. ഒരു ചെറിയ നല്ല ഒരു കൂട്ടായ്മ, അത്ര തന്നെ. അതിൽ സന്തോഷമുണ്ട് ഇതിൽ. പിന്നെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് അവിടെ പോയാൽ പറ്റും. 5-8 പേരുള്ള ഒരു ഗ്രൂപ്പാണ്. അങ്ങനെ അതൊരു സന്തോഷമല്ലേ. പിന്നെ കളിക്കാന്ന് പറഞ്ഞാൽ ശരീരത്തിനും വ്യായാമമാണ്, മനസ്സിനും സന്തോഷമാണ്. ജോസി ഫിലിപ്പ്, തിരുവാതിരക്കളി സൂപ്പർ. ഞാനും ഓണത്തിന് ഞങ്ങളുടെ ക്ലബ്ബുകളിൽ കളിക്കാറുണ്ട്. നന്നായി കളിക്കണം ജോസി. ഇപ്പം എല്ലാവരും കളിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ജോളി ടീച്ചറും കളിക്കുന്നുണ്ട് എന്നാണ് ഞാൻ കണ്ടു. ജോളി ടീച്ചറുടെ ഒരു നല്ല കളി അമ്പലത്തിൽ കണ്ടു. അതുപോലെ വേറെ പല ആൾക്കാരും കളിക്കുന്നുണ്ട് ഇപ്പോൾ. നല്ലതാണ്. വനജ പ്രവീൺ, തിരുവാതിരക്കളി സൂപ്പർ ചേച്ചി, എനിക്കിഷ്ടമായി, കളിക്കാറുണ്ട് ഞാൻ. വെരി ഗുഡ് വനജ, നല്ലതാണ്, കളിക്കൂ കേട്ടോ. അപ്പോൾ നമുക്ക് എവിടെയെങ്കിലും വെച്ച് യോഗ ഉണ്ടെങ്കിൽ ഒരുമിച്ച് ചേരാം. ലീന ബാബു, ഒരു ലവ് ചിഹ്നം ഒക്കെ ഉണ്ട്. ലീന, താങ്ക് യു. നന്ദിനി വീണ ഫ്രം ഹൈദരാബാദ്, വെരി നൈസ് ടീച്ചറെ. താങ്ക് യു നന്ദിനി, താങ്ക് യു. നല്ല ഒരു ഡെയിലി റൊട്ടീനൊക്കെ രാവിലത്തെ മാത്രം ഞാൻ ഇട്ടിരുന്ന ഒരു ചെറിയ വീഡിയോ ഉണ്ടായിരുന്നു. അത് കുറേ ആൾക്കാർക്ക് ഇഷ്ടമായി കേട്ടോ. എനിക്ക് നല്ല സന്തോഷം തോന്നി കേട്ടോ. അതിൻ്റെ കുറച്ച് കമൻറ്റുകൾ വായിക്കാം. ഭാഗ്യലക്ഷ്മി ദിവാകരൻ, ടീച്ചർ ഇട്ട വീഡിയോ വളരെ ഉപകാരപ്രദമാണ്. ഇങ്ങനെ ചെയ്താൽ നമുക്കും കാണുന്നവർക്കും പോസിറ്റീവ് എനർജി ഉണ്ടാവും. താങ്ക് യു ഭാഗ്യലക്ഷ്മി. സാജിദ ഉണ്ണികൃഷ്ണൻ, സൂപ്പർ വീഡിയോ. താങ്ക് യു സാജിദ. RSN എന്ന് വെച്ചാൽ രവീഷ്ണ തോന്നുന്നു പേര്, അല്ലെങ്കിൽ പറയണം കേട്ടോ. കുറേ ദിവസം മുമ്പ് ഞാൻ പേര് ചോദിച്ചിരുന്നു. രവീഷ്ണ എൻ്റെ ഓർമ്മ. RSN എന്ന് പറയുന്നത്. താങ്ക് യു ഫോർ ദ ഗുഡ് മെസ്സേജ്. താങ്ക് യു ഡിയർ. ഈ രവീഷ്ണല്ലേ പേര്, അല്ലെങ്കിൽ ഒന്ന് പറഞ്ഞോളൂ കേട്ടോ. നിങ്ങൾ ചെറിയ ഷോർട്ട് ഫോം അക്ഷരങ്ങൾ മാത്രം ഇടുമ്പോൾ എനിക്ക് ഒരു വട്ടം പറഞ്ഞാൽ ഇപ്പോൾ കുറേ നാൾ കാണാതിരുന്നാൽ പിന്നെ ഞാനത് മറന്നു പോകും. അപ്പോൾ രവീഷ്ണ എൻ്റെ ഓർമ്മ. അപ്പോൾ താങ്ക് യു. സരസ്വതി
വിജയകുമാർ, വെരി ഗുഡ് മെസ്സേജ് ടീച്ചറെ. താങ്ക് യു സരസ്വതി. ലളിത MS, ഇന്നത്തെ തലമുറയിലുള്ളവർക്ക് വളരെ ഉപയോഗപ്രദമായ വീഡിയോ. താങ്ക് യു ലളിത, താങ്ക് യു. ലക്ഷ്മി മേനോൻ, താങ്ക് യു നന്ദിനി ടീച്ചർ ഫോർ ദിസ് വീഡിയോ. വെരി ഇൻസൈറ്റ്ഫുൾ ആൻഡ് helpful. We really enjoy these type of videos. If you can post similar videos once a week, it would be awesome. ശ്രമിക്കാട്ടോ. അപ്പോൾ നല്ല വാക്കുകൾക്ക് നന്ദി ലക്ഷ്മി, ഞാൻ ശ്രമിക്കാം. പ്രസന്നകുമാരി, ഇഷ്ടായി. താങ്ക് യു പ്രസന്ന, താങ്ക് യു. ലക്ഷ്മിക്കുട്ടി നായർ, ഐ ആം ഫോളോയിങ് ദിസ് ഹാബിറ്റ്സ് ഫ്രം ചൈൽഡ്ഹുഡ്. My family members also. Thanks a lot for posting like this video. Thank you. നല്ല ഈ കമൻറ്റിന് ഞാൻ മാത്രമൊന്നുമല്ല, ഇതുപോലെ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷെ നമ്മൾ ചെയ്യാത്തവർക്ക് വേണ്ടി അതൊന്ന് പറഞ്ഞു കൊടുക്കുന്നത് നല്ലതാണല്ലോ, അതുകൊണ്ട് ചെയ്തതാട്ടോ. ശോഭന മോഹൻ, വീഡിയോ സൂപ്പർ ടീച്ചർ. ഞാനും കുറേ കാലമായി ശീലിച്ചു പോരുന്ന കാര്യങ്ങളാണ്. വളരെ നല്ലതാണ് കേട്ടോ ശോഭനെ, സൂപ്പറാണ്, ചെയ്തോളൂ. RSN, വീണ്ടും രതീഷായിരിക്കും ഞാൻ വിചാരിക്കുന്നു, അല്ലെങ്കിൽ എന്ന് പറയണേ. വി വാണ്ട് മോർ വീഡിയോസ് ലൈക്ക് ദിസ് ടീച്ചർ. ശ്രമിക്കാട്ടോ, ശ്രമിക്കാം. പ്രസന്ന ഉണ്ണികൃഷ്ണൻ, ഉപകാരപ്രദമായ വീഡിയോ, കുറച്ചൊക്കെ പാലിക്കുന്നുണ്ട്. ഓക്കെ, താങ്ക് യു പ്രസന്ന. മഹേഷ് മിലാന, അതായത് ശ്രീദേവി ടീച്ചർ, ഇന്നത്തെ സ്പെഷ്യലായിട്ടുള്ള വീഡിയോ ആയിരുന്നല്ലോ. വളരെ സന്തോഷമായി ഈ വീഡിയോ കണ്ടപ്പോൾ. സ്കൂളിൽ പഠിക്കുമ്പോൾ ടീച്ചേഴ്സും ഇതുപോലെ ഇടയ്ക്ക് കുട്ടികൾക്കെല്ലാവർക്കും ഇതുപോലെ ഉപദേശങ്ങളും ഓർമ്മപ്പെടുത്തലുകളും എല്ലാം ചെയ്യാറുണ്ട്. ആ കാര്യങ്ങൾ ഓർമ്മ വരുന്നു വീഡിയോ കണ്ടപ്പോൾ. ഇനിയും ഇതുപോലെ സദ്ഗുണങ്ങൾ എല്ലാവരിലേക്കും പകർന്നു നൽകുന്ന വീഡിയോ ചെയ്യണം ടീച്ചർ. താങ്ക് യു ടീച്ചർ, ഗോഡ് ബ്ലെസ് യു. താങ്ക് യു ശ്രീദേവി. അപ്പം എനിക്ക് സന്തോഷമുണ്ട് ഇത് ചെയ്തപ്പോൾ. കുറേ ആൾക്കാർ ഇതിങ്ങനെ ഇഷ്ടമായി, അതുപോലെ നല്ലതാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായി കേട്ടോ. യൂസർ, ആളുടെ പേരറിയില്ല. ടീച്ചറെ നല്ല വീഡിയോ, ഇതുപോലുള്ള അറിവുകൾ ഇനിയും വേണം, ശ്രമിക്കാട്ടോ. രേഖ കെ, വെരി ഗുഡ് മെസ്സേജ്. താങ്ക് യു രേഖ. വിജയലക്ഷ്മി തുളസീധരൻ, വെരി നൈസ് വീഡിയോ ടീച്ചർ. താങ്ക് യു വിജയലക്ഷ്മി. ഷീല സജീവ്, നല്ല വീഡിയോ, താങ്ക് യു ടീച്ചർ. വെൽക്കം ഷീല, വെൽക്കം. നന്ദിനി ഫ്രം ഹൈദരാബാദ്, ബ്യൂട്ടിഫുൾ വ്ളോഗ്, നൈസ് മെസ്സേജ്. ഐ ഓൾസോ ഡൂയിങ് നൗ ലൈക്ക് ദാറ്റ് ടീച്ചേഴ്സ്. ഹിയർ ഇസ് റെയിൻ, ഹിയർ ഇസ് റെയിൻ ഈസ് കമ്മിങ്, ഹോട്ട് ഓൾസോ. നല്ല മഴയുണ്ട്, ചൂടുണ്ടെന്നാണ് പറയണത് അവിടെ. ഞങ്ങൾക്കിവിടെ അത്യാവശ്യം മഴ പെയ്തു കേട്ടോ, എങ്കിലും ചൂടൊക്കെ ഉണ്ട്, ഇപ്പോഴും ചൂടുണ്ട്. ആൻസി ജോസഫ്, വെരി ഗുഡ് മെസ്സേജ്. താങ്ക് യു ആൻസി. ഗീത ബാലകൃഷ്ണൻ, വെരി ഗുഡ് മെസ്സേജ്. താങ്ക് യു ഗീത, താങ്ക് യു. രുക്മിണി മാരാർ, കായേന വാച മനസേന്ദ്രിയൈർവ ബുദ്ധ്യാത്മനാ വാ പ്രകൃതി സ്വഭാവാത് കരോമി യദ് യദ് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഇതിൻ്റെ അർത്ഥം ഞാൻ പറഞ്ഞു കൊടുക്കട്ടെ രുക്മിണി. കായേന, കായം എന്ന് വെച്ചാൽ ശരീരം എന്നർത്ഥം. കായേന ശരീരം കൊണ്ടും, വാച വാക്ക് കൊണ്ടും, മനസ മനസ്സ് കൊണ്ടും, ഇന്ദ്രിയൈഹി ഇന്ദ്രിയങ്ങൾ കൊണ്ടും. വാ എന്നാണ് അവസാനം. വാ എന്ന് വെച്ചാൽ ഓർ എന്നർത്ഥം, ഓർ അല്ലെങ്കിൽ എന്നർത്ഥം. വാ എന്ന് വെച്ചാൽ സംസ്കൃതത്തിൽ അല്ലെങ്കിൽ എന്നർത്ഥം. കായേന ശരീരം കൊണ്ടോ, വാച വാക്ക് കൊണ്ടോ, മനസ മനസ്സ് കൊണ്ടോ, ഇന്ദ്രിയൈഹി വാ ഇന്ദ്രിയങ്ങൾ കൊണ്ടോ, ബുദ്ധ്യാത്മനാവാ ബുദ്ധി കൊണ്ടോ ആത്മാവിനെ കൊണ്ടോ, പ്രകൃതേഹേ സ്വഭാവാത് പ്രകൃതിയുടെ സ്വഭാവം കൊണ്ട്, കരോമി യത് 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 കരോമി എന്തൊക്കെയാണോ ഞാൻ ചെയ്യുന്നത്, സകലം അത് മുഴുവനും, പരസ്മൈ പരനായിരിക്കുന്ന ഉത്കൃഷ്ടനായിരിക്കുന്ന ശ്രേഷ്ഠനായിരിക്കുന്ന,
നാരായണനായിക്കൊണ്ട് സമർപ്പയാമി, ഞാൻ സമർപ്പിക്കുന്നു. ഞാൻ എന്തൊക്കെ ചെയ്യുന്നുണ്ടോ, ശരീരം കൊണ്ടോ മനസ്സുകൊണ്ടോ വാക്കുകൊണ്ടോ എൻ്റെ ബുദ്ധി കൊണ്ടോ ഇന്ദ്രിയങ്ങൾ കൊണ്ടോ ഞാൻ എന്തൊക്കെ ചെയ്യുന്നു, അത് ചിലപ്പോൾ ചെയ്യണം ഞാൻ മനഃപൂർവ്വമാവില്ല, എൻ്റെ പ്രകൃതിയുടെ സ്വഭാവം കൊണ്ട് ചെയ്തു പോകുന്നതായിരിക്കാം. അതെല്ലാം ഞാൻ നാരായണനായിക്കൊണ്ട്, പരസ്മൈ നാരായണായ, പരനായ പരമാത്മാവായ നാരായണനായിക്കൊണ്ട്, സകലത്തിൻ്റെയും നാഥനായിട്ടുള്ള ഈശ്വരനായിക്കൊണ്ട് ഞാൻ സമർപ്പിക്കുന്നു എന്ന്. ഞാൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഈശ്വരനായിട്ട് സമർപ്പിക്കുകയാണ് എന്ന്. ശരിയല്ലേ രുക്മിണി? അപ്പം നമ്മൾ എന്തൊക്കെ ചെയ്യുമ്പോഴും ഈശ്വരനിലാണ് അത് അർപ്പിക്കേണ്ടത്. താങ്ക് യു രുക്മിണി. നല്ല ഒരു ശ്ലോകം. ലക്ഷ്മിക്കുട്ടി നായർ. നന്ദിനിക്കുട്ടി, ഐ ആം ഓൾസോ ലൈക്ക് യുവർ ഹാബിറ്റ്സ്. വെരി നൈസ്, വെരി ഹാപ്പി. താങ്ക് യു ലക്ഷ്മിക്കുട്ടി, താങ്ക് യു. രുക്മിണി മാരാർ. ഇന്നത്തെ തലമുറ അവശ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, വിലപ്പെട്ട സന്ദേശങ്ങൾ നൽകുന്ന വീഡിയോ. താങ്ക് യു രുക്മിണി. സുധാസി, സൂപ്പർ വീഡിയോ ടീച്ചർ. താങ്ക് യു സുധ. രുക്മിണി വീണ്ടും എഴുതിയിട്ടുണ്ട്, അതിരാവിലെ കുളി കഴിഞ്ഞാൽ കിട്ടുന്ന ആ ഒരു ഉന്മേഷം ഒന്ന് വേറെ തന്നെയാണ്. ഞാൻ എന്നും 6 മണിക്ക് മുമ്പ് കുളിച്ചിരിക്കും. എന്നും കുളിച്ച് വിളക്ക് കത്തിച്ച ശേഷമേ അടുപ്പ് കത്തിക്കൂ. വൈകിട്ട് വിളക്ക് കത്തിക്കുന്നതിന് മുമ്പായി മേല് കഴുകും. ചെറുപ്പം മുതൽക്കുള്ള ശീലമാണ്. ഇപ്പോൾ 70 തികയാറായി. എന്നും മുടങ്ങാതെ പാലിക്കുന്നു. വെരി ഗുഡ് രുക്മിണി. രുക്മിണിയും നല്ല ഒരു അനുകരണീയയാണ് കേട്ടോ. രുക്മിണി എനിക്ക് ഒരുപാട്, ഞാൻ പറഞ്ഞില്ലേ, എന്തൊക്കെ ചെയ്യുമ്പോൾ ഞാൻ എഴുതുമ്പോഴും അതിനൊക്കെ നല്ല നല്ല അഭിപ്രായങ്ങൾ, ചിലപ്പോൾ ഉപദേശങ്ങളോ അങ്ങനെയൊക്കെ തരാറുണ്ട്. എനിക്ക് കൂടുതൽ അറിവ് കിട്ടാറുണ്ട് രുക്മിണിയുടെ ഈ കമൻറ്റുകളിൽ നിന്ന്. ജോസി ഫിലിപ്പ്, സ്പെഷ്യൽ വീഡിയോ ടീച്ചർ. താങ്ക് യു ജോസി. ANTMMW എന്നാണ് പേര്, അറിയില്ല എന്താ പേരെന്ന് കേട്ടോ. നന്ദി ടീച്ചർ. താങ്ക് യു ഡിയർ. വിനീത് കൃഷ്ണകിഷോർ. ഈ ചിഹ്നം ഒരു 3 ഉണ്ട്, പിന്നെ തൊഴുകൈയുണ്ട്. എന്തായാലും നന്ദി. താങ്ക് യു വിനീത്, താങ്ക് യു. കാവ്യ പൂവത്തിങ്കൽ, ബ്യൂട്ടിഫുൾ വീഡിയോ. താങ്ക് യു സോ മച്ച് ടീച്ചർ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു കാവ്യ. വനജ പ്രവീൺ, ഇന്നത്തെ വീഡിയോ നല്ല ഉപകാരമുള്ള വീഡിയോ ചേച്ചി, എനിക്കിഷ്ടമായി. ഞാൻ 5:30 എണീക്കും. മുറ്റം അടി, അകം അടിച്ച് തുടയ്ക്കൽ, കുളി, അമ്പലത്തിൽ പോകൽ, അങ്ങനെ ആണ് എൻ്റെ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത്. വെരി ഗുഡ്, നല്ലതാണ് കേട്ടോ. ഇങ്ങനെ അങ്ങ് ശീലിച്ചു പോക്കോളൂ മനസ്സേ. നന്ദിനി വീണ ഫ്രം ഹൈദരാബാദ്. നന്ദിനി ടീച്ചറെ, ഹിയർ വി വോണ്ട് ഗെറ്റ് ദാറ്റ് ബിഗ് ബനാന, നൈസ് യെല്ലോ കളർ സാരി. ആ വലിയ ബനാന അവിടെ കിട്ടില്ല, അത്രേ. നമ്മുടെ നേന്ത്രപ്പഴം അവിടെ കിട്ടുന്നില്ല എന്നാണ് പറയണത്. പിന്നെ എൻ്റെ സാരി ഇഷ്ടമായി എന്ന് പറഞ്ഞു. താങ്ക് യു നന്ദിനി. ചിത്ര പൈ, ലവ് ചിഹ്നാണ്. താങ്ക് യു ചിത്ര, താങ്ക് യു. ഐ ഓൾസോ ലവ് യു. ഇന്ദിര ഹരിനാരായണൻ, ടീച്ചറിനെ ഒന്ന് കാണാൻ ആഗ്രഹം ഉണ്ട്. ഞാൻ ടീച്ചർ പറയുന്ന പോലെയൊക്കെ ചെയ്യുന്ന ആളാണ്. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഗുരുവായൂരിൽ പോയി തൊഴുകയും ചെയ്യും. ദിവസേന പോയി തൊഴുകാറുണ്ട്. അതിനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. എൻ്റെ വീട് ഗുരുവായൂരിലാണ്. ടീച്ചറിനെ ഒന്ന് കാണാൻ എന്താണ് വഴി? അയ്യോ ഇന്ദിര എവിടെയാണ് താമസിക്കണത്? ഗുരുവായൂരാന്ന് പറഞ്ഞു അല്ലേ? ഞങ്ങളും വല്ലപ്പോഴൊക്കെ ഗുരുവായൂർക്ക് വരുന്ന ആൾക്കാരാണ്. ഭഗവാനെ തൊഴാനായിട്ട് എല്ലാ പ്രാവശ്യം വരുമ്പോഴും തൊഴുതിട്ടേ വരാറുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് ഇന്ദിരയെ കാണാൻ പറ്റുക എനിക്കറിയില്ല. അപ്പോൾ ഇനി എപ്പോഴെങ്കിലും ഞാൻ വരികയാണെങ്കിൽ വിളിക്കാൻ നമ്പറൊന്നും ഇല്ലല്ലോ ഇന്ദിരയുടെ. ഞാൻ എൻ്റെ നമ്പർ ഇന്ദിരയ്ക്ക് കൊടുത്തിരുന്നു, പക്ഷേ ഇന്ദിര കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു. ഞാൻ അപ്പം തന്നെ ഇന്ദിരയ്ക്ക് നമ്പർ കൊടുത്തു, എന്നെ വിളിച്ചോളൂ പക്ഷേ ഇന്ദിര കണ്ടിട്ടില്ല. അടുത്ത ആള് ദീപ രാമദാസ്, വെരി ഗുഡ് മെസ്സേജ്. താങ്ക് യു ദീപ, താങ്ക് യു. കഴിഞ്ഞ ദിവസം പഴനിയിൽ പോയപ്പോൾ നമ്മൾ ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു.
ഞാൻ സന്തോഷത്തോടെ പോയത് കേട്ടോ. പഴനിയാണ്ടവനെ ദർശിക്കാൻ പോകുമ്പോൾ എന്തായാലും അമ്പലത്തിൽ എത്ര വരെ വീഡിയോ പിടിക്കാം, അതിന് ഉള്ളിൽ പോയിട്ട് വീഡിയോ പിടിക്കാമെന്നൊക്കെ വിചാരിച്ചു. എന്തായാലും ഭഗവാന്റെ മുന്നേ എത്തുമ്പോൾ എന്തായാലും വീഡിയോ പിടിക്കാൻ പറ്റില്ല. നമ്മൾ എന്തിനാണ് പോണത്? ഭഗവാനെ തൊഴാനല്ലേ, വീഡിയോ പിടിക്കാനല്ലല്ലോ. അത് പിന്നെ നിരോധിച്ചിട്ടുണ്ടല്ലോ. അപ്പം അതുകൊണ്ട് ഒരു വിധമൊക്കെ ഞാൻ വീഡിയോ പിടിക്കാം എന്നൊക്കെ വിചാരിച്ചിട്ടൊക്കെ പോയത്. പക്ഷേ അടിവാരത്ത് എത്തിയപ്പോഴാണ് മനസ്സിലായത് വീഡിയോ പിടിക്കാൻ അങ്ങോട്ട് ഫോൺ കൊണ്ടുപോകാനേ പറ്റില്ല. ക്യാമറയോ ഫോണോ ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല എന്ന്. അതുകൊണ്ട് ഫോണൊക്കെ താഴെ വെച്ച് സൂക്ഷിക്കാൻ കൊടുത്തിട്ട് ഞങ്ങൾ മുകളിലേക്ക് കയറിയതേ. അപ്പോൾ അതുവരെയുള്ള കാര്യങ്ങളൊക്കെ ഇട്ടു. അപ്പോൾ അതിൻ്റെ ഒരു കുറച്ച് കമൻറ്റ് ഞാൻ വായിക്കട്ടെ. സരസ്വതി സരയു, ഞാൻ പിന്നാലെ തുടർന്ന് ഭട്ട് ഭഗവാനെ കാണാൻ പറ്റിയില്ല. മൊബൈൽ നിരോധിച്ചത് കേട്ടപ്പോൾ നിരാശയായി. എങ്കിലും മുഴുവൻ കണ്ടു. ഭഗവാനെ കാണാന്ന് വെച്ചിട്ട് കണ്ടത്ര, പക്ഷെ കാണാൻ പറ്റിയില്ല എന്ന് പറയണം. ശരിയല്ലേ? ശരി തന്നെയാണ്. ഞാൻ ആ വീഡിയോ ഇട്ടെന്ന് മാത്രമേ വഴിയും അതുപോലെ അടിവാരം മാത്രം കാണിക്കാൻ സാധിച്ചുള്ളൂ. എന്താ ചെയ്യുക, നമുക്ക് നേരിട്ട് തന്നെ തൊഴേണ്ട കാര്യമാണ്. അല്ലാണ്ട് വീഡിയോ കണ്ട് ഭഗവാനെ കാണേണ്ടതല്ല വേണ്ടതെന്ന്. ദ്രൗപദി CK, കുറേ നാളായിട്ടോ ദ്രൗപദി കമൻ്റൊക്കെ ഇട്ടിട്ട്. എന്തായാലും ദ്രൗപദി സൂപ്പർ വീഡിയോ, താങ്ക് യു ദ്രൗപദി. കാവ്യ പൂവത്തിങ്കൽ, ബ്യൂട്ടിഫുൾ വീഡിയോ, താങ്ക് യു സോ മച്ച് ടീച്ചർ. കാവ്യ സന്തോഷം കേട്ടോ. വിജയലക്ഷ്മി തുളസീധരൻ, വെരി നൈസ് വീഡിയോ ടീച്ചർ, താങ്ക് യു വിജയലക്ഷ്മി, താങ്ക് യു. സുധാസി, സൂപ്പർ വീഡിയോ, താങ്ക് യു സുധ. സരസ്വതി ടീച്ചർ, പഴനിയിൽ എത്തി തൊഴുത പോലുള്ള ഒരു ഫീല്. താങ്ക് യു. അങ്ങനെ ചെയ്യാൻ സാധിച്ചെങ്കിൽ ഞാനൊരു ധന്യയാണ്. നിങ്ങൾക്ക് അവിടേക്ക് ശരിക്കും എത്തിയതായി തോന്നിയെങ്കിൽ ഞാൻ ഭാഗ്യവതി. ശോഭന മോഹൻ, വീഡിയോ സൂപ്പർ വീഡിയോ ടീച്ചർ, പഴനി ആണ്ടവനെ ശരണം. ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ ശോഭനെ. പഴനി ആണ്ടവൻ അനുഗ്രഹിക്കട്ടെ. സരസ്വതി ടീച്ചറാണ്, താങ്ക് യു. ജയശ്രീ മാധവൻ, പഴനി ആണ്ടവനെ ശരണം, സൂപ്പർ വീഡിയോ, ടീച്ചർക്കും സാറിനും നന്ദി, നമസ്കാരം. താങ്ക് യു ജയശ്രീ. വിനീത് കൃഷ്ണകിഷോർ, താങ്ക് യു വിനീത്. സാജിദ ഉണ്ണികൃഷ്ണൻ, നൈസ് വീഡിയോ ടീച്ചർ, താങ്ക് യു സാജിദ. വനജ പ്രവീൺ, ഇന്നത്തെ വീഡിയോ സൂപ്പർ ചേച്ചി, എനിക്കിഷ്ടമായി. ഞാൻ കഴിഞ്ഞ ഡിസംബറിൽ പോയിരുന്നു. ചേട്ടൻ മധുരയിലാണ് ജോലി. മധുര, രാമേശ്വരം, പളനി എന്നിവിടങ്ങളിൽ പോയി. ചേട്ടൻ്റെ റൂമിൽ നിന്നും നടക്കാനുള്ള ദൂരമേ മധുരയ്ക്ക് ഉള്ളൂ. ഹാപ്പി ജേർണി ടീച്ചർ, താങ്ക് യു വനജ, താങ്ക് യു. ലക്ഷ്മി മേനോൻ, ഹായ് നന്ദിനി ടീച്ചർ, നൈസ് വീഡിയോ, സൂപ്പർ, താങ്ക് യു ലക്ഷ്മി, താങ്ക് യു. മീന റാം, നൈസ് ടീച്ചർ, യുവർ ഡിസ്ക്രിപ്ഷൻ ഓൾസോ സൂപ്പർ, താങ്ക് യു മീന, താങ്ക് യു. പത്മിനി രാമചന്ദ്രൻ, ഞങ്ങളും ഈ അടുത്ത് പോയിട്ടുണ്ടായിരുന്നു. ഇഷ്ടമായില്ലേ? തൊഴുതിൽ നന്നായിട്ട് പത്മിനി, താങ്ക് യു. സരസ്വതി സരയു ടീച്ചറാണ്, ടീച്ചർ ഞങ്ങളുടെ പരിസരത്തു കൂടിയാണ് കടന്നു പോയത്. കുതിരാൻ കടന്നപ്പോൾ എന്തു തോന്നി? ടീച്ചർ താമസിക്കുന്നത് പാലക്കാടാണ് അല്ലേ? ശരിയാ സരസ്വതി ടീച്ചറെ, നിങ്ങളുടെ അടുത്ത കൂടെ പോയത് അല്ലേ? അമ്പോട് വരായിരുന്നു ഒന്ന്. അറിയില്ലല്ലോ ടീച്ചർ വീട് എവിടെയെന്ന് അറിയില്ലല്ലോ. ഞങ്ങൾ തുരങ്കമൊക്കെ കടന്നു പോയപ്പോൾ എനിക്ക് നല്ല സന്തോഷമായി. 2ാം വട്ടം ഞങ്ങൾ പോണത് ആയിക്കോട്ടെ കേട്ടോ. മുൻപ് തുരങ്കം കാണാൻ വേണ്ടി മാത്രമായിട്ട് എനിക്ക് പോയിട്ടുണ്ട്. പിന്നെ ഇടയ്ക്ക് അങ്ങോട്ട് പോകുമ്പോൾ അതിൽ കയറാറുണ്ട്, ആയിക്കോട്ടെ പോകാറുണ്ട്. സന്തോഷമാണ്. രുക്മിണി മലർ, നൈസ് വീഡിയോ, ഞാൻ പോയിട്ടുണ്ട് പഴനിയിൽ ഒരു 40 വർഷം മുമ്പ്. വീഡിയോ കണ്ടപ്പോൾ ക്ഷേത്ര പരിസരം വളരെയധികം പുരോഗതി വന്നതായി തോന്നി. റോഡും വളരെ വിസ്താരമുള്ളതായി. പഴനി ദർശനം പുണ്യം. ഓം വചത് ഭുവേ നമഃ. താങ്ക് യു രുക്മിണി. അപ്പോൾ ഇഷ്ടമായില്ലേ? രുക്മിണിക്ക് ഇഷ്ടമായി എന്ന് പറഞ്ഞാൽ സന്തോഷമുണ്ട്. അപ്പം ഇനി എപ്പോഴേലും വരുമ്പോൾ പോവാൻ സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കാം കേട്ടോ. ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. വനജ സുധാകരൻ, ലൈക്കുണ്ട് ഒക്കെ ഉണ്ട്. വനജ സുഖട്ട, സന്തോഷം കേട്ടോ വനജ, താങ്ക് യു. നന്ദിനി ഫ്രം ഹൈദരാബാദ്, ടീച്ചറെ ഐ ഹാവ് ലെഗ് പെയിൻ, ലെഫ്റ്റ് ലെഗ് പെയിൻ, നീ പെയിൻ, നൈസ് മെസ്സേജ്, ഹൗ
യു സിങ് എ സോങ്. പാട്ട് പാടിയോ എനിക്കറിയില്ല കേട്ടോ. കാലിൽ മുട്ടിൽ വേദന ഉണ്ടെന്നാണ് പറയണത്. അപ്പം എന്താ ചെയ്യുക? പതുക്കെ ഡോക്ടറെ കാണൂ നന്ദിനി, ഡോക്ടറെ കാണൂ കേട്ടോ. അല്ലെങ്കിൽ വല്ല ബാമൊക്കെ പുരട്ടുക. പിന്നെ കാൽമുട്ടിൽ വേദന തേയ്മാനായിരിക്കും ചിലപ്പോൾ. ചെറിയ എക്സസൈസ് ചെയ്താൽ മാറുന്നൊക്കെ പറയണത്. യോഗയിലൊക്കെ ഞങ്ങൾ ചെയ്യാറുണ്ട്. കാൽമുട്ടിൽ തേയ്മാനം അങ്ങനെ വരാതിരിക്കാനൊക്കെ ആയിട്ട് യോഗ, മുട്ടിന് ഒരു എക്സസൈസൊക്കെ ഉണ്ട് കേട്ടോ. യോഗ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യൂ കേട്ടോ, നല്ലതാണ് യോഗ ചെയ്യണത്. നന്ദിനി ശ്രമിക്കൂ, കുറച്ചായിട്ട് ചെയ്തു നോക്കൂ കേട്ടോ. സന്നൂസ് ചാനൽ. ടീച്ചർ മനസ്സ് നിറഞ്ഞൂലോ, അതാണ് വേണ്ടത്. വീഡിയോ എടുത്തില്ല എന്ന് വിചാരിച്ച് വിഷമിക്കണ്ട, ഇത്രയെങ്കിലും കാണിക്കാൻ പറ്റിയല്ലോ. ടീച്ചർക്കും വീട്ടുകാർക്കും നല്ലത് വരട്ടെ, മുരുകൻ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു സന്നു, താങ്ക് യു. അപ്പം ഇന്നിവിടെ നിർത്തട്ടെ, കുറേ നേരമായിട്ടോ നിങ്ങൾ ബോറടിച്ച് ഓടിപ്പോവും. ഇതുവരെയും വിലപ്പെട്ട കമൻ്റ് അറിയിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും പ്രത്യേകം നന്ദി. ഓക്കെ, പിന്നെ കാണാം.